ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ വികസന മുരടിപ്പിനെതിരെയും അഴിമതിക്കെതിരെയും BJP ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ അജികുമാർ കരിയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിലെ UDF-ഉം LDF-ഉം സംയുക്തമായി ഭരണം കൈയാളുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണത്തിലുള്ള കെടുകാര്യസ്ഥതയെ പറ്റി ഈ നാട്ടിലെ ജനങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ ധർണാ സമരം നടത്താൻ വേണ്ടി നമ്മുടെ പ്രസ്ഥാനം തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും വലിയ സമരമൊന്നും നടത്താറില്ല. കാരണം ഒരു കൊടുക്കും വാങ്ങിയും ഒക്കെ ചങ്ങായിമാരായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPM-ഉം കോൺഗ്രസും ലീഗും എല്ലാം ഒന്നിച്ച് കാര്യങ്ങള് സ്വന്തം കുടുംബകാര്യം പോലെ നടപ്പിലാക്കിക്കൊണ്ട് വീരം വെച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. വലിയ ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് വലിയ പദ്ധതികൾക്ക് ഫണ്ടുകൾ നീക്കിവെക്കുകയും അത് വർഷങ്ങളായി തുടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പൊ ഞാനിവിടെ സംസാരിക്കുമ്പോൾ എന്റെ നേരെ മുമ്പിൽ നിൽക്കുന്ന ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയൊക്കെ 50 ലക്ഷം രൂപ അവിടെ വരുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ ബസ് ജീവനക്കാർക്കൊക്കെ മഴ നനയാതെ ഇരിക്കാനുള്ള അതിന്റെ റൂഫ് ചെയ്യാൻ വേണ്ടി ഈ മുനിസിപ്പാലിറ്റി ബഡ്ജറ്റിൽ പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ അത് നടപ്പിലാക്കാൻ വേണ്ടി ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ 2-3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്നോട് ഒരു പരാതി പറഞ്ഞു. മറ്റുള്ള പട്ടണങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ ശ്രീകണ്ഠപുരത്ത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പാർക്കിംഗ് സംവിധാനം ഒരുക്കി കൊടുക്കാൻ ഈ മുനിസിപ്പാലിറ്റി ഭരിച്ച പാർട്ടികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അവര് പാർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നോ പാർക്കിംഗ് എന്ന പോലീസിന്റെ ബോർഡ് വെച്ചിട്ട് അത് ഇവരുടെ ഓട്ടോറിക്ഷയുടെ ഫോട്ടോ അടക്കം എടുത്ത് പരിവാഹൻ ആപ്പിലേക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് പിഴയടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ബസ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് ബേകൾ നിർമ്മിക്കുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യവും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബസ് ബേക്ക് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി അതിന്റെ നെയിം ബോർഡുകൾ വരെ ഇവിടെ അടിച്ചു വെച്ചിരുന്നു. അത് ഇതുവരെ ഗവൺമെന്റ് ഈ മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പൊ ഹരിദാസേട്ടൻ പറഞ്ഞു, ഇവിടുത്തെ ഒരു ജനത്തിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ സംസ്കരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ സംസ്കാര അല്ലെങ്കിൽ ശ്മശാനം എന്ന് പറയുന്നത് ചേപ്പറമ്പിലാണ്. അത് പല കാരണം കൊണ്ട് പണ്ട് ജാമ്പവാന്റെ കാലത്തിലെ ടെക്നോളജി ഉപയോഗിച്ചാണ് അവിടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. അതിന്റെ സമീപങ്ങളില് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് അവിടെ താമസിക്കാൻ കഴിയാത്ത രീതിയിൽ ദുർഗന്ധം വഹിക്കുന്ന രീതിയിലുള്ള സംസ്കാരമാണ് അവിടെ നടക്കുന്നത്. അതിനെതിരെ വ്യാപകമായി പ്രതിഷേധമുണ്ടാകുമ്പോൾ കുറച്ച് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഏതെങ്കിലും ഇവിടുത്തെ ഒരു ലോക്കൽ കരാറുകാരനെ ഏൽപ്പിച്ചിട്ട് അതിനകത്തുനിന്ന് പകുതി പൈസ കീശയിലേക്ക് വിട്ട് ബാക്കി ചെറിയ ഫണ്ട് കൊണ്ട് എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിച്ച് വർഷത്തിൽ പകുതി സമയവും അത് അടച്ചു വേണ്ട ഗതികേടിലാണ് ആ സ്ഥലം. ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തുകളിലെല്ലാം വാതകത്തിന്റെയും വൈദ്യുതിയുടെയും ഒക്കെ ആധുനിക രീതിയിൽ മലിനീകരണമില്ലാത്ത രീതിയിൽ സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റിൽ വകയിരുത്തുന്ന ഈ മുനിസിപ്പാലിറ്റി അത് 10-50 ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ സഹോദരന്മാരെ നല്ല രീതിയിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഇവർക്ക് സമയമില്ല. അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടുത്തെ CPM-ഓ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിലെ ഓപ്പോസിഷൻ പാർട്ടികൾ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധവും നടത്തുന്നില്ല. കാരണം ഇവർക്കൊക്കെ ലഭിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് VK ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ഇരിക്കൂർ മണ്ഡലം സെക്രട്ടറി MV ജഗത് സ്വാഗതവും മണ്ഡലം കമ്മിറ്റി അംഗം EP പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം TV രമേശൻ, മണ്ഡലം പ്രസിഡന്റ് സഞ്ജു കൃഷ്ണകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി നിശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബജറ്റിൽ തുക വകയിരുത്തുന്നതല്ലാതെ
മുനിസിപ്പാലിറ്റിയിലെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ലെന്ന് അജികുമാർ കരിയിൽ പറഞ്ഞു. റോഡ് ഉദ്ഘാടനം പോലും ഭരണപക്ഷം അവരുടെ കുടുംബസംഗമമായി മാറ്റുകയാണ്. വർഷങ്ങളായി മുനിസിപ്പാലിറ്റി മൈതാനം യാതൊരു പ്രവർത്തനവും നടത്താതെ ഉപയോഗശൂന്യമായി നിൽക്കുന്നു. എല്ലായിടത്തും നോ പാർക്കിംഗ് ബോർഡ് ഉണ്ടെങ്കിലും പാർക്കിംഗ് എവിടെയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് പോലും ഇല്ല. വാഹനങ്ങൾ നിർത്തിയിട്ടാൽ പോലീസ് ഫോട്ടോ എടുത്ത് ഫൈൻ ഈടാക്കുന്ന സ്ഥിതിയാണുള്ളത്. ദീർഘനാളായി പറയുന്ന ബസ് വേ സംവിധാനം പോലും നടപ്പിലാക്കുന്നില്ല. തൊട്ടടുത്ത പഞ്ചായത്തിൽ വൈദ്യുതി ശ്മശാനങ്ങളും വാതക ശ്മശാനങ്ങളും പ്രവർത്തിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ശ്മശാനം പലപ്പോഴും പൂട്ടിയിടുന്ന അവസ്ഥയാണുള്ളത്. ബസ് സ്റ്റാൻഡ് റൂഫിംഗ് നടപ്പിലാക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 വർഷ ബജറ്റുകളിലായി 50 ലക്ഷം രൂപ നീക്കിവെച്ച് എന്ന് പറയുന്നുണ്ടെങ്കിലും യാതൊരുവിധ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടില്ല. കേന്ദ്ര സർക്കാർ പദ്ധതികൾ പോലും രാഷ്ട്രീയത്തിന്റെ പേരിൽ അവഗണിക്കുന്നു. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ കേന്ദ്രം അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ചേപ്രമ്പ, ചെമ്പന്തൊട്ടി എന്നിവിടങ്ങളിൽ വെൽനസ് സെന്ററുകൾ ആരംഭിച്ചെങ്കിലും സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയാണെന്നും അജികുമാർ പറഞ്ഞു.